നമ്മൾ പ്ലാന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ, ഫ്ലോറൽ പാർട്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം മെയിൻ ആയിട്ട് ഫ്ലോറൽ ഓർഗൻസിന്റെ അടിസ്ഥാനത്തിൽ ഫ്ലവേഴ്സിനെ നമുക്ക് പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ബൈസെക്ഷൽ അല്ലെങ്കിൽ ഹെർമോഫോഡൈറ്റ് ഫ്ലവേഴ്സ്. അങ്ങനെ പറഞ്ഞാൽ ഫ്ലവേഴ്സ് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഉള്ള ഫ്ലവേഴ്സിനെ പറയുന്ന പേരാണെന്ത്? ബൈസെക്ഷൽ. അതിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഉണ്ട്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഉണ്ട്. ആൻഡ്രീഷ്യവും ഉണ്ട്, ഗൈനീഷ്യവും ഉണ്ട്. അങ്ങനെയുള്ള ഫ്ലവേഴ്സിനെ പറയുന്ന പേരാണ് ബൈസെക്ഷൽ അല്ലെങ്കിൽ ഹെർമോഫോഡൈറ്റിക് ആയിട്ടുള്ള ഫ്ലവേഴ്സ് എന്ന്. എക്സാമ്പിൾ നമ്മുടെ ഹിബിസ്കസ് ശ്രദ്ധിച്ചാൽ അറിയാം. നമുക്ക് പോളൻ ഗ്രെയിനും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് പോളൻ ഗ്രെയിൻസ് ഉണ്ട്, ആൻഡ്രീഷ്യ ഉണ്ട്, അതുപോലെ തന്നെ ഓവറിയും സ്റ്റൈലും സിഗ്മ എല്ലാതും ഉള്ള ഒരു കംപ്ലീറ്റ് ഫ്ലവർ ആണ് എന്ത്? ഹിബിസ്കസ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് എന്ത്? യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. യൂണിസെക്ഷൽ ഫ്ലവേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ ഒന്നെങ്കിൽ എന്തായിരിക്കും? ആൻഡ്രീഷ്യ ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തായിരിക്കും? ഗൈനീഷ്യ ആയിരിക്കും ഉണ്ടാവുക. അതായത് ആൻഡ്രീഷ്യം മാത്രമുള്ള ഫ്ലവേഴ്സ്, ഗൈനീഷ്യം മാത്രമുള്ള ഫ്ലവേഴ്സ്. യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്, ആൻഡ്രീഷ്യം മാത്രമുള്ള ഫ്ലവേഴ്സിനെ നമ്മൾ മെയിൽ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ സ്റ്റാമിനേറ്റ് ഫ്ലവേഴ്സ് എന്നാണ് പറയാം. മെയിൽ ഫ്ലവേഴ്സ്, അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ടുള്ള ആൻഡ്രീഷ്യം മാത്രമുള്ളവരെ നമ്മൾ മെയിൽ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ സ്റ്റേമിനേറ്റ് ഫ്ലവേഴ്സ് എന്നാണ് പറയാം. ഗൈനീഷ്യം മാത്രമുള്ള ഫ്ലവേഴ്സിനെ നമ്മൾ ഫീമെയിൽ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ പിസ്റ്റിലേറ്റ് ഫ്ലവേഴ്സ് എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് തരത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. യൂണിസെക്ഷൽ ഫ്ലവേഴ്സിൽ സ്റ്റാമിനേറ്റ് ഫ്ലവേഴ്സും ഉണ്ടാവും, പിസ്റ്റിലേറ്റ് ഫ്ലവേഴ്സ് ഉണ്ടാവും. അതായത് ആൻഡ്രീഷ്യം മാത്രമുള്ള ഫ്ലവർ സ്റ്റാമിനേറ്റ് ഫ്ലവർ, ഗൈനീഷ്യം മാത്രമുള്ള ഫീമെയിൽ ഫ്ലവറിനെ ഫീമെയിൽ ഫ്ലവർ അല്ലെങ്കിൽ പിസ്റ്റിലേറ്റ് ഫ്ലവർ എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ യൂണിസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് കാണിക്കുന്നത് സെഫലാൻഡ്ര, കുക്കുർബിറ്റ. നമ്മൾ കുക്കുർബിറ്റയിലെ കോവയ്ക്കൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് അതിൽ രണ്ട് തരത്തിലുള്ള ഫ്ലവർ കാണാം. അതേപോലെ നമ്മുടെ പംകിൻ, മത്തൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓവറി ഉള്ള ഒരു ഫ്ലവറും കാണാം, അല്ലാത്തൊരു ആൺപൂവും കാണാം, പെൺപൂവും കാണാം ഈ മത്തനിലൊക്കെ. ഓക്കെ, അപ്പൊ യൂണിസെക്ഷൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗനേ ഉണ്ടാവുള്ളൂ. അതായത് ഒന്നെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ടുള്ള ഗൈനീഷ്യം മാത്രം, അല്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ടുള്ള ആൻഡ്രീഷ്യം മാത്രമുള്ള ഫ്ലവേഴ്സിനെ പറയുന്ന പേരാണ് യൂണിസെക്ഷൽ. അതായത് രണ്ട് റീപ്രൊഡക്റ്റീവ് പാർട്ടും ഉള്ള ഫ്ലവേഴ്സിനെ പറയുന്ന പേരാണ് എന്ത്? ബൈസെക്ഷൽ. ഇനി അടുത്തതാണ് എന്ത്? ഡൈക്ലമീഡിയസ് ഫ്ലവർ. ഡൈക്ലമീഡിയസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ വേൾസും നോൺ എസെൻഷ്യൽ വേൾസും ഉള്ള ഫ്ലവേഴ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഡൈക്ലമീഡിയസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. മോണോക്ലമീഡിയസ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ വേൾസും അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു നോൺ എസെൻഷ്യൽ വേൾ ഉണ്ടായിരിക്കും. അതായത് പെരിയാന്തായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അങ്ങനെയുള്ള ഫ്ലവേഴ്സിനെ പറയുന്ന പേരാണ് എന്ത്? മോണോക്ലമീഡിയസ്. അതിന് നമുക്ക് എന്താണ്, ഈ പെരിയാന്തിന്റെ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊറോളയാണോ കാലിക്സ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത, ആ ഒരു ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാത്ത അങ്ങനത്തെ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? പെരിയാന്ത് എന്ന് പറയാ. ഇങ്ങനത്തെ ഫ്ലവേഴ്സിന് എന്താന്ന് വെച്ചാൽ എസെൻഷ്യൽ വേൾസ് ഉണ്ടായിരിക്കും, പിന്നെ ഏതെങ്കിലും ഒരു നോൺ എസെൻഷ്യൽ വേൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ കാലിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കൊറോള ആയിരിക്കാം. കൊറോള ഇല്ലാത്ത ഫ്ലവേഴ്സിന് നമ്മൾ പറയുന്ന പേര് അപ്പറ്റാലസ് ഫ്ലവേഴ്സ് എന്നാണ്. ഇനി അടുത്തത്, ചില പ്ലാന്റ്സിൽ യൂണിസെക്ഷൽ ഫ്ലവേഴ്സും ഉണ്ടായിരിക്കും, ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും. അതായത് യൂണിസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവേഴ്സും ഉണ്ടായിരിക്കും, ബൈസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവേഴ്സും ഉണ്ടായിരിക്കും. അതായത് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗൻ മാത്രമുള്ള ഫ്ലവേഴ്സും, രണ്ട് റീപ്രൊഡക്റ്റീവ് ഓർഗൻ, അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഉള്ള ബൈസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവേഴ്സും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള പ്ലാന്റ്സിനെ പറയുന്ന പേരാണെന്ത്? പോളിഗാമസ് പ്ലാന്റ്സ്. അതായത് അതിൽ യൂണിസെക്ഷൽ ഫ്ലവേഴ്സും ഉണ്ട്, ബൈസെക്ഷൽ ഫ്ലവേഴ്സും ഉണ്ട്. അതായത് നമ്മുടെ മാഞ്ചിഫെറ, ഫെറോണിയ, അതൊക്കെ അതിന് എക്സാമ്പിളാണ്. എന്നാൽ ചില ഫ്ലവേഴ്സിൽ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ഫ്ലവേഴ്സിന് നമ്മൾ മോണോഗാമസ് ഫ്ലവർ എന്നാണ് പറയാം. ഇതന്നെ സ്റ്റാമിനേറ്റും ഉണ്ട്, പിസ്റ്റിലേറ്റും ഉണ്ട്. അതായത് ആൻഡ്രീഷ്യം മാത്രം ഉള്ളതുണ്ട്, ഗൈനീഷ്യം മാത്രം ഉള്ളതുണ്ട്. അങ്ങനെ ഉള്ള ഫ്ലവേഴ്സിൽ ചില പ്ലാന്റ്സിൽ എങ്ങനെയാന്ന് വെച്ചാൽ ആൺപൂവും ഉണ്ടാവും, പെൺപൂവും ഉണ്ടാവും. ഒരേ പ്ലാന്റിൽ തന്നെ ആൺപൂവും ഉണ്ടാവും, പെൺപൂവും ഉണ്ടാവും. അങ്ങനെയുള്ള പ്ലാന്റ്സിനെ നമ്മൾ മൊണേഷ്യസ് ഫ്ലവേഴ്സ് എന്നാണ് പറയാം. കുക്കുർബിറ്റ അതിന് എക്സാമ്പിളാണ്. ഇപ്പോൾ നമ്മൾ മത്തന്റെ വള്ളിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആൺപൂവും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്താണ്, പെൺപൂവും കാണാറുണ്ട് അല്ലേ? അങ്ങനെ ഒരേ പ്ലാന്റിൽ തന്നെ രണ്ട് ഫ്ലവറും
സ്റ്റേമിനേറ്റ് ഫ്ലവറും പിസ്റ്റിലേറ്റ് ഫ്ലവറും, അതായത് ആൻഡ്രീഷ്യുള്ള ഫ്ലവറും മെയിൽ ഫ്ലവറും അതുപോലെ ഗൈനീഷ്യുള്ള ഫീമെയിൽ ഫ്ലവറും ഉള്ള അങ്ങനത്തെ പ്ലാന്റിനെ പറയുന്ന പേരാണ് എന്ത്? അങ്ങനെയുള്ള പ്ലാന്റുകളെ നമ്മൾ പറയുന്നത് മൊണീഷ്യസ് ആണ്. അതിൽ എന്താണ്, രണ്ട് ഫ്ലവേഴ്സും ഉണ്ട്, മെയിൽ ഫ്ലവറും ഉണ്ട് ഫീമെയിൽ ഫ്ലവറും ഉണ്ട്. ഇനി ഒന്നെങ്കിൽ മെയിൽ ഫ്ലവർ മാത്രമുള്ള അല്ലെങ്കിൽ ഫീമെയിൽ ഫ്ലവർ മാത്രം ഒരു പ്ലാന്റിൽ കാണുന്നുണ്ടാവും. അങ്ങനത്തെ പ്ലാന്റ്സിനെയാണ് നമ്മൾ ഡയേഷ്യസ് പ്ലാന്റ്സ്. അതായത് ഡയേഷ്യസ് പ്ലാന്റ്സിൽ മെയിൽ പ്ലാന്റും ഉണ്ടായിരിക്കും ഫീമെയിൽ പ്ലാന്റും ഉണ്ടായിരിക്കും. അതായത് മെയിൽ ഫ്ലവർ മാത്രമുള്ള ഒരു പ്ലാന്റും ഉണ്ടായിരിക്കും, ഫീമെയിൽ ഫ്ലവേഴ്സ് മാത്രമുള്ള ഒരു പ്ലാന്റ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള പ്ലാന്റ്സിന് പറയുന്ന പേരാണ് എന്ത്? ഡയേഷ്യസ് പ്ലാന്റ് എന്ന് പറയുന്നത്. അതിന് മെയിൽ പ്ലാന്റും ഉണ്ടായിരിക്കും ഫീമെയിൽ പ്ലാന്റും ഉണ്ടായിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് എന്ത്? പപ്പായ, നട്ട്മക്കൊക്കെ. അപ്പോൾ അത് ഈ നട്ട്മക്കൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ അതിന് എന്താണ്, ഒരു പെയർ വേണം എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ പപ്പായ ആണെങ്കിലും അതിനെന്താണ്, ആൺപൂവ് മാത്രമുള്ള എന്താണ് പപ്പായാസ് ഉണ്ട്, പെൺപൂവ് മാത്രമുള്ള പപ്പായകളിൽ പ്രധാനമായിട്ടും എന്താണ്, ഒന്നെങ്കിൽ ആൺപൂവായിരിക്കും, ഒരു പ്ലാന്റിൽ നിറയെ ആൺപൂവായിരിക്കും ഉണ്ടാവുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലാന്റിൽ നിറയെ പെൺപൂവായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണ് പപ്പായൻ്റെ കേസിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ ജാതിക്കയിലും അങ്ങനെ തന്നെയാണ്, ആൺപൂവ് മാത്രമുള്ള പ്ലാന്റും പെൺപൂവ് മാത്രമുള്ള പ്ലാന്റുമാണ് ഉണ്ടാവാറ്. ജാതിക്ക നടുമ്പോൾ പറയാറുണ്ട് ജാതിക്ക ഒറ്റയ്ക്ക് നടരുത്, വേറെ ജാതിക്കയും കൂടി നടണം, അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഫ്ലവറിന്റെ സിമ്മട്രിയാണ് നോക്കുന്നത്. അപ്പൊ സിമ്മട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കട്ട് ചെയ്യുമ്പോൾ, നമ്മളിങ്ങനെ സെക്ഷൻ ഒക്കെ എടുക്കുമ്പോൾ, നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോ ബൈലാറ്ററൽ സിമ്മട്രി എന്നൊക്കെ പറയില്ലേ, ആ ഒരു കാര്യമാണ് എന്ത്? സിമ്മട്രി ഫ്ലവേഴ്സ് നോക്കുക. ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്, ഓരോ യൂണിറ്റ്സും എന്താണ്, യൂണിഫോം ആയിട്ടുള്ള സൈസിലും ഷേപ്പിലും ആണെന്നുണ്ടെങ്കിൽ ആ ഫ്ലവറിനെ നമ്മൾ റെഗുലർ ഫ്ലവർ എന്നാണ് പറയാം. അതായത് എല്ലാ കൊറോളയിലുള്ള എല്ലാ ഭാഗങ്ങളും, കൊറോളയിലുള്ള എല്ലാ പെറ്റൽസും, അതുപോലെ തന്നെ കാലിക്സിലെ സെപ്പൽസും എല്ലാം ഒരേപോലെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫ്ലവേഴ്സിന് നമ്മൾ റെഗുലർ ഫ്ലവേഴ്സ്, അതായത് സൈസും ഷേപ്പും ഒക്കെ യൂണിഫോം ആയിട്ടുള്ളതിന് നമ്മൾ റെഗുലർ ഫ്ലവേഴ്സ് എന്നാണ് പറയുക. എക്സാമ്പിൾ നമ്മളെ ഹിബിസ്കസ്, ഇതിൻ്റെ എന്താണ്, ഇൻഡിവിജ്വൽ ഹിബിസ്കസ് ആണ് അതിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ ചില ഫ്ലവേഴ്സിൽ എങ്ങനെയായിരിക്കും, അതിൻ്റെ ഫ്ലോറൽ വേളുകളുടെ സൈസ് എന്തായിരിക്കും, അൺഈക്വൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ള ഫ്ലവേഴ്സിനെ നമ്മൾ ഇറഗുലർ ഫ്ലവേഴ്സ് എന്നാണ് പറയുക. അതായത് കാലിക്സിനും കൊറോളയ്ക്കും ഒക്കെ പല പല സൈസ് ആയിരിക്കും ഉണ്ടാവുക, പല രീതിയിലായിരിക്കും, ഒരു സിമ്മട്രി ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള ഫ്ലവേഴ്സിനെ നമ്മൾ ഇറഗുലർ ഫ്ലവേഴ്സ് എന്നാണ് പറയാം. അതിന് എക്സാമ്പിൾ ആണ് എന്ത്? ക്രോട്ടലേറിയ, അതായത് നമ്മുടെ കിളിക്കാമ്പെട്ടി, അതുപോലെ നമ്മുടെ ഓസിമം, അതായത് നമ്മുടെ തുളസിയുടെ പൂവൊക്കെ എന്താണ്, അങ്ങനെയാണ്. അപ്പോൾ ഒരു ഫ്ലവറെ നമുക്ക് ഡിവൈഡ് ഏത് ഭാഗത്തുനിന്ന്, ഏത് വെർട്ടിക്കൽ പ്ലെയിനിന്ന് എന്താണ് മുറിച്ച് കഴിഞ്ഞാലും ഒരേപോലെയാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആക്ടിനോമോർഫിക് എന്നാണ് പറയാം. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്ലവറിനെ ഏത് പ്ലെയിനിൽ വെട്ടിയാലും എന്താണ്, നമുക്ക് ഒരേപോലത്തെ പീസുകളാണ് കിട്ടുക. ഏത് പ്ലെയിനിൽ വെട്ടിക്കഴിഞ്ഞാലും, ഇങ്ങനെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഏത് വെർട്ടിക്കൽ പ്ലെയിനിലൂടെ വെട്ടിക്കഴിഞ്ഞാലും നമുക്ക് എന്താണ്, ഒരേപോലെയാണ് കിട്ടുന്നത് എങ്കിൽ അതിനെ നമ്മൾ ആക്ടിനോമോർഫിക് എന്നാണ് പറയാം. എന്നാൽ ഈ ഒരു ഫ്ലവർ നോക്കുകയാണ്, ഈ ഫ്ലവർ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഈക്വൽ ആയിട്ട് കിട്ടുള്ളൂ. നേരെ മറിച്ച് നമ്മൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈക്വൽ ആയിട്ടുള്ള പാർട്ടാണോ കിട്ടുക? അല്ല, രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്ടായിരിക്കും കിട്ടുക. അപ്പം നമുക്ക് അങ്ങനെയുള്ള പ്ലാന്റ്സ് നമ്മൾ സൈഗോമോർഫിക് എന്നാണ് പറയാം. അതായത് ഒരൊറ്റ ഹാഫിൽ മാത്രം കട്ട് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സിനെ, ഫ്ലവറിനെ നമ്മൾ സൈഗോമോർഫിക് ഫ്ലവർ എന്നാണ് പറയാം. അതായത് ഏത് പ്ലെയിനിലൂടെ ഡിവൈഡ് ചെയ്താലും, ഏത് വെർട്ടിക്കൽ പ്ലെയിനിലൂടെ ഡിവൈഡ് ചെയ്താലും ഒരേപോലെ സിമിലർ ഹാഫ്സ് കിട്ടുന്ന അങ്ങനെയുള്ള ഫ്ലവേഴ്സിനെ നമ്മൾ ആക്ടിനോമോർഫിക് എന്നാണ് പറയുക. കെതാറാന്തസ്, ഐപ്പോമിയ ഒക്കെ അതിന് എക്സാമ്പിളാണ്. ഇനി ആക്ടിനോമോർഫിക് ഫ്ലവർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, കംപ്ലീറ്റ് ആയിരിക്കും, റെഗുലർ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും ആക്ടിനോമോർഫിക് ഫ്ലവർ എന്ന് പറയുന്നത്. എന്നാൽ ഒരു ഫ്ലവർ എന്ന് പറയുന്നത്
ഒരു പെർട്ടിക്കുലർ പ്ലെയിനിൽ കട്ട് ചെയ്താൽ മാത്രമേ 2 ഹാഫ് കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫ്ലവേഴ്സിന് നമ്മൾ സൈഗോമോർഫിക് എന്നാണ് പറയാം. അതിപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് എന്താണ് ഈക്വൽ ഹാഫ്സ് കിട്ടും അല്ലേ? എന്നാൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്താൽ ഈക്വൽ ഹാഫ് കിട്ടുമോ? ഇല്ല, പല സൈസ് ആയിരിക്കും അല്ലേ ഉണ്ടാവുക, ഓരോ ഭാഗത്തിനും പല രീതിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഒരൊറ്റ പ്ലെയിനിൽ കട്ട് ചെയ്താൽ മാത്രമേ ഈക്വൽ ഹാഫ്സ് കിട്ടുള്ളൂ. അങ്ങനെയുള്ള ഫ്ലവറിനെ പറയുന്ന പേരാണ് എന്താ, സൈഗോമോർഫിക് എന്നുള്ള പേര്. അപ്പോൾ ഈ ടേം ആലോചിക്കാം. അതായത് നമ്മൾ ഫാമിലീൻ്റെ കേസൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഇതിങ്ങനെ എടുത്തെടുത്ത് പറയില്ല, ആക്ടിനോമോർഫിക് സൈഗോമോർഫിക്, ഫ്ലവർ ആക്ടിനോമോർഫിക് ആണ് അങ്ങനെ നമ്മൾ പറയുള്ളൂ. ഓക്കെ, ഫ്ലവർ സൈഗോമോർഫിക് ആണ്. അപ്പം നമ്മൾ അണ്ടർസ്റ്റുഡ് ആണ് എന്ത്, ആക്ടിനോമോർഫിക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആൻഡ് റെഗുലർ ഫ്ലവർ ആയിരിക്കും മിക്കവാറും. ആക്ടിനോമോർഫിക് ആണെന്ന് പറഞ്ഞാൽ എന്താണ്, ഏത് പ്ലെയിനിൽ കട്ട് ചെയ്താലും ഏത് വെർട്ടിക്കൽ പ്ലെയിനിൽ കട്ട് ചെയ്താലും ഒരേ സിമിലർ ഹാഫ് ആണ് കിട്ടുക. എന്നാൽ സൈഗോമോർഫിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക പ്ലെയിനിൽ കട്ട് ചെയ്താൽ മാത്രമേ സിമിലർ ആയിട്ടുള്ള ആ ഹാഫ് കിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു പ്രത്യേക, മറ്റേത് ഏത് പ്ലെയിനിൽ കട്ട് ചെയ്താലും ഒരേ എന്താണ്, ഏത് വെർട്ടിക്കൽ പ്ലെയിനിൽ കട്ട് ചെയ്താലും സിമിലർ ആയിട്ടുള്ള ആ ഹാഫുകളായിരിക്കും കിട്ടുക. മറ്റേത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പ്രത്യേക പ്ലെയിനിൽ കട്ട് ചെയ്താൽ മാത്രമേ സിമിലർ ആയിട്ടുള്ള ഹാഫുകൾ കിട്ടുള്ളൂ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സൈഗോമോർഫിക് എന്ന് പറയാം. ആക്ടിനോമോർഫിക് ആയിട്ടുള്ള ഫ്ലവർ എന്ന് പറയുന്നത് എന്താണ്, ഇറഗുലർ ആയിരിക്കും മിക്കവാറും. അങ്ങനെയുള്ള ഫ്ലവേഴ്സ് പൊതുവെ എന്തായിരിക്കും, ഇറഗുലർ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും. എക്സാമ്പിൾ ക്രോട്ടലറിയും ലൂക്കാസും ഒക്കെ. ഇനി ആക്ടിനോമോർഫിക്കും സൈഗോമോർഫിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്, സിമ്മട്രിക്കൽ ആണ്. ഫ്ലവേഴ്സ് എന്താണ്, സിമ്മട്രിക്കൽ ആണ്. എന്നാൽ അസിമെട്രിക് ആയിട്ടുള്ള ഫ്ലവേഴ്സും ഉണ്ട്. അതായത് അതിനെ ഏത് പ്ലെയിനിൽ കട്ട് ചെയ്താലും ഈക്വൽ ഹാഫ്സ് കിട്ടാത്ത ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ട്. അതാണ് കാന, അതുപോലെ തന്നെ സ്പാത്തോഡിയം എന്നൊക്കെ പറയുന്ന ഫ്ലവർ എങ്ങനെയാണ്, നമ്മൾ ഏത് പ്ലെയിനിൽ കട്ട് ചെയ്താലും എന്താണ്, നമുക്ക് ഈക്വൽ ഹാഫ്സ് കിട്ടില്ല. അപ്പം നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ട്, ആക്ടിനോമോർഫിക് ഫ്ലവേഴ്സും ഉണ്ട്, സൈഗോമോർഫിക് ഫ്ലവേഴ്സും ഉണ്ട്. കംപ്ലീറ്റ് ഫ്ലവേഴ്സ് ഉണ്ട്, ഇൻകംപ്ലീറ്റ് ഫ്ലവേഴ്സ് ഉണ്ട്, റെഗുലർ ഫ്ലവേഴ്സ് ഉണ്ട്, ഇറഗുലർ ഫ്ലവേഴ്സ് ഉണ്ട്. റെഗുലർ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ ഭാഗവും എന്തായിരിക്കും, ഈക്വൽ യൂണിഫോം ആയിട്ടുള്ള സൈസും ഷേപ്പും ആയിരിക്കും ഉണ്ടാവുക. ഈക്വൽ സൈസ് എന്നല്ല, യൂണിഫോം ആയിട്ട്. അപ്പം ഈ ഒരു കാലിക്സിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും കൊറോള ഉണ്ടാവുക. അങ്ങനത്തെ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഇറഗുലർ ഫ്ലവർ എന്ന് പറയുമ്പോൾ, ഇറഗുലർ ആവുമ്പോൾ എന്താണ്, അൺഈക്വൽ സൈസ് ആയിരിക്കും ഉണ്ടാവുക. ഫ്ലോറൽ വേൾഡ്സുകൾ അൺഈക്വൽ സൈസിലായിരിക്കും. ഇനി അസിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാം പല സൈസിലായിരിക്കും, പല ഭാഗം പല പോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, ഏത് പ്ലെയിനിൽ ഡിവൈഡ് ചെയ്താലും അതിനെ 2 ഈക്വൽ ഹാഫ്സ് ആക്കി കിട്ടില്ല. അങ്ങനത്തെ ഫ്ലവേഴ്സ് ആണ് എന്ത്, അസിമെട്രിക് ഫ്ലവേഴ്സ്. ആക്ടിനോമോർഫിക് എന്ന് പറഞ്ഞാൽ ഏത് പ്ലെയിനിൽ കട്ട് ചെയ്താലും നമുക്ക് ഈക്വൽ ഹാഫ്സ് കിട്ടും. ഇനി സൈഗോമോർഫിക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരൊറ്റ പെർട്ടിക്കുലർ പ്ലെയിനിൽ കട്ട് ചെയ്താൽ മാത്രമേ അതിന് ഈക്വൽ ആയിട്ടുള്ള ഹാഫ്സ്, സിമിലർ ആയിട്ട് ഈക്വൽ ആയിട്ടുള്ള ഹാഫ്സ് കിട്ടുള്ളൂ. അങ്ങനെയുള്ളതിനാണ് നമ്മൾ സൈഗോമോർഫിക് എന്ന് പറയാം. ഇനി ഫ്ലോറൽ ഓർഗൻസിന്റെ അറേഞ്ച്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നോർമലി ഫ്ലോറൽ വേൾഡ്സ് എന്ന് പറയുന്നത്, ഫ്ലോറൽ ഓർഗൻസ് എന്ന് പറയുന്നത് എന്താണ്, അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതിന്റെ വേൾഡ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡിസ്റ്റിങ്ക്റ്റ് സ്ട്രാക്റ്റ് ആയിട്ട് ആണ്. അതായത് സൈക്ലിക് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് നടക്കുന്നത്. ചില കേസിൽ നിംഫിയേസിയലൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ സ്പൈറൽ മാനറിലാണ് എന്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഈ കാലിക്സും കൊറോളയും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ചില ഫ്ലവേഴ്സിൽ എന്തായിരിക്കും, അങ്ങനെ സ്പൈറൽ മാനറിൽ അറേഞ്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതെന്താണ്, അസൈക്ലിക് ആണ്. ഇനി അനോണയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാലിക്സും കൊറോളയൊക്കെ എന്താണ്, സൈക്ലിക് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ എസെൻഷ്യൽ ഓർഗൻസ് എന്ന് പറയുന്നത്, കാലിക്സും കൊറോളയും എന്താണ്, സൈക്ലിക് ആയിട്ടാണ് ഏതിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അനോണയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്നാൽ അതിന്റെ ഉള്ളിലുള്ള എസെൻഷ്യൽ വേൾഡ്സ്, അതായത് നമ്മുടെ ആൻഡ്രീഷ്യം ഗൈനീഷ്യം സ്പൈറൽ മാനറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെന്താണ്, പകുതി സൈക്ലിക്കും പകുതി എന്താണ്, അസൈക്ലിക് അറേഞ്ച്മെന്റ് ആണ് അതിലുള്ളത്. അതിനെ നമ്മൾ ഹെമി സൈക്ലിക് അല്ലെങ്കിൽ സ്പൈറോ സൈക്ലിക് എന്ന് പറയും. അതായത് ഒരു സൈക്ലിക് ആയിട്ടുള്ള ഒരു പാറ്റേണിൽ, അതായത് ആദ്യം കാലിക്സ്, പിന്നെ കൊറോള, പിന്നെ ആൻഡ്രീഷ്യം, പിന്നെ ഗൈനീഷ്യം, ആ ഒരു രീതിയിലാണ് എന്ത് സൈക്ലിക് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നിംഫിയേസിയലൊക്കെ എന്ന് പറയുന്നത് ഒരു സ്പൈറൽ മാനറിലാണ് എന്ത് നിംഫിയേസിയൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാലിക്സും കൊറോളയും അതുപോലെ തന്നെ ആൻഡ്രീഷ്യം ഗൈനീഷ്യം ഒക്കെ ഒരു സ്പൈറൽ മാനറിലാണ് എന്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, നിംഫിയേസിയൽ
നിംഫിയേസിയൻ്റെ ഫ്ലവർ എടുത്ത് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് അതിൻ്റെ ഫ്ലവറും സ്പൈറൽ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് നിംഫിയേസിയയിലുള്ളത്. അതുകൊണ്ട് തന്നെ അതെന്താണ് അസൈക്ലിക് ആണ്. എന്നാൽ അനോണയുടെ കേസിൽ കാലിക്സും കൊറോളയൊക്കെ സൈക്ലിക് ആണ്. എന്നാൽ എസെൻഷ്യൽ വോൾസ് എന്ന് പറയുന്നത് ഇങ്ങനെ സ്പൈറൽ ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതെന്താണ് ഹെമി സൈക്ലിക് അല്ലെങ്കിൽ സ്പൈറോ സൈക്ലിക് ആണ്. അതായത് പാർട്ട്ലി സൈക്ലിക്കും പാർട്ട്ലി അസൈക്ലിക്കും. അപ്പോൾ അത്രയാണ് എന്ത് നമുക്ക് ഫ്ലവേഴ്സിൻ്റെ പല ഓരോ ടേംസ്. നമ്മളിപ്പോൾ നിങ്ങൾ ഫാമിലികൾ പഠിക്കുമ്പോൾ നമ്മൾ ഈ ടേംസ് ഒക്കെ പറയും. ബൈസെക്ഷൽ ഫ്ലവർ, ബൈസെക്ഷൽ അല്ലെങ്കിൽ കംപ്ലീറ്റ്, മോണോക്ലമീഡിയസ്, ഡൈക്ലമീഡിയസ് എന്നൊക്കെ പറയുമ്പോൾ ആ ടേം പറയുമ്പോൾ ഇത് എന്തായിരുന്നു എന്ന് ഓർക്കരുത്. ഇതെന്താ ഇപ്പോൾ ഇത് എനിക്കറിയില്ലല്ലോ ആ ടേം എന്ന് ആലോചിക്കരുത്. ഈ ഒരു ബേസിക് ആയിട്ടുള്ള ടെക്നിക്കൽ ടേംസ് അറിഞ്ഞിരിക്കണം. അതായത് ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ 2 ആൻഡ്രീഷ്യം ഗൈനീഷ്യം ഉള്ളതാണ്. യൂണിസെക്ഷൽ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ആൻഡ്രീഷ്യം മാത്രമുള്ള അല്ലെങ്കിൽ ഗൈനീഷ്യം മാത്രമുള്ള അങ്ങനത്തെ ഫ്ലവേഴ്സ് ആണ്. ഡൈക്ലമീഡിയസ് എന്ന് പറഞ്ഞാൽ എല്ലാ വോൾസും ഉള്ളതാണ്. മോണോക്ലമീഡിയസ് എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ വോളും ഏതെങ്കിലും ഒരു നോൺ എസെൻഷ്യൽ വോളും ഉള്ളതാണ്. മോണീഷ്യസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഡൈഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ടിനോമോർഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്, സൈഗോമോർഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ ടേംസും എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം. ആക്ടിനോമോർഫിക് എന്ന് പറഞ്ഞാൽ ഏത് പ്ലെയിനിൽ ഡിവൈഡ് ചെയ്താലും ഒരേ ഈക്വൽ ഹാഫ്സ് കിട്ടുന്നത്. സൈഗോമോർഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതെങ്കിലും ഒരൊറ്റ പ്ലെയിനിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, ഈക്വൽ ഹാഫ്സ് കിട്ടുള്ളൂ. അസിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏത് പ്ലെയിനിൽ കട്ട് ചെയ്താലും എന്താണ് ഈക്വൽ ഹാഫ്സ് കിട്ടത്തില്ല. അങ്ങനത്തെയാണ് അസിമെട്രിക് എന്ന് പറയുന്നത്. അങ്ങനത്തെ ടേമുകളൊക്കെ ഓർത്ത് വെക്കാം. അപ്പം അത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.